ഒരു ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ എന്നതിലൊക്കെ ഉപരി ഒരു പ്രത്യേക വൈകാരിക ബന്ധം എനിക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ കെമിസ്ട്രിയുമായിട്ട് മാച്ച് ചെയ്യുന്ന വളരെ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം സ്വാധീനം അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അനുഭവിക്കാനേ പറ്റുള്ളൂ. അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു അനുഭവമാണ്. മനസ്സിനെ സ്വതന്ത്രമായിട്ട് അഴിച്ചുവിടുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രക്രിയയായിരിക്കാം. നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. അദ്ദേഹത്തിന് ഈ പ്രതിമയും രാജകുമാരിയും എന്നൊക്കെയുള്ള സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്നുള്ളതിനേക്കാട്ടിലും കൂടുതൽ ആ കഥയെക്കുറിച്ചാണ് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഥയും തിരക്കഥയും തന്നെയാണ് അതിലെ സ്റ്റാർ എന്ന് പറയുന്നത്. അതിലെ ഒരു മീഡിയമായിട്ട് ഞാൻ മാറിയെന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ വലിയ പ്ലാൻസോ അല്ലെങ്കിൽ ഇന്ന സിനിമ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങൾ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ഞാൻ ഗന്ധർവൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു സിനിമ എന്നെ ചെയ്യണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് ഏത് സിനിമ എന്നൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. അപ്പോൾ അങ്ങനെ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അതൊരു എഴുത്തുകാരൻ എന്ന രീതിയിൽ, ഒരു സംവിധായകൻ എന്ന രീതിയിൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു കൂട്ടുകാരൻ എന്ന രീതിയിൽ, ചേട്ടൻ എന്ന രീതിയിൽ പലതരത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഒക്കെ ഇടപെടാൻ പറ്റുന്ന പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളുമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് വളരെയധികം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത്, നമ്മൾ അദ്ദേഹത്തിലേക്ക് ലയിക്കുന്ന രീതിയിലുള്ളൊരു പ്രക്രിയ, അതാണ് ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞത്. മറ്റ് പലരുമായിട്ടുമുണ്ട്, പക്ഷെ അതൊക്കെ വേറെ തരത്തിലാണ്. പപ്പേട്ടനുമായിട്ട് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ബന്ധമാണ്. അപ്പം പിന്നെ ഒന്നാമത് അദ്ദേഹമായിട്ട് വേറൊരാളെ കമ്പയർ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. കാര്യം ലെറ്റ് ഹിം ബി എലോൺ ആസ് എ ഇൻഡിവിജ്വൽ.